അപ്പോൾ പ്രിയ പ്രേക്ഷകർ, നമ്മൾ പാണക്കാട് അൽ മനഹൽ എന്ന വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ സാധാരണ ധാരാളം ആളുകൾ എപ്പോഴും ഈ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഉണ്ടാവും. ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് തങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുന്നു. തങ്ങളുടെ വീട്ടിലേക്കാണ്. തങ്ങൾ പതിവ് പോലെ ഒരുപാട് സന്ദർശകർ ഇവിടെയുണ്ട്. നമുക്ക് തങ്ങളെ ഒന്ന് കാണാം. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കണു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചോണ്ട് വരികയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ. ചൂട് കൂടിയപ്പോഴേ ചൂട് കുറച്ച് പ്രശ്നമാണ് അല്ലേ? ഇലക്ഷൻ ചൂടും മറ്റേ കാലാവസ്ഥയുടെ ചൂടും രണ്ടും കൂടി ആയതുകൊണ്ടേ രാവിലെ പണ്ടത്തെ പേനയില്ലേ, ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഇത് പഴയ നമ്മുടെ മഷിപ്പേന അല്ലേ? ഇപ്പോഴും മഷിപ്പേന തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഞങ്ങളുടെ ഈ ചികിത്സയുടെ ഭാഗമായിട്ടേ അങ്ങനത്തെ മഷിയാണ് ഉപയോഗിക്കുക. ഈ മഷിയാണ് പണ്ട് മുതലേ ഇതാണ്? അതെ അതെ അതെ, പണ്ട് മുതലേ ആണല്ലേ? ഓ, അത് ശരി. അതൊരു പേനകൾ പലതും മാറിയിട്ടുണ്ട്. പക്ഷേ ഖുർആൻ എഴുതി കൊടുക്കും. ഖുർആന്റെ സൂക്തങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ അത് ഈ മഷി ഉപയോഗിച്ച് എഴുതാം. ആണോ? ഓ, ഈ മഷി അങ്ങനെ ഈ മഷി ഉപയോഗിച്ച് എഴുതാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. കീഴ്വഴക്കാണെന്ന് മാത്രം. ഇത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന മഷി തന്നെയാണോ? ബ്രില്ല് മഷി, മറ്റേ ചെൽപ്പാർക്കോ അങ്ങനെ ഉണ്ടാവും. ഓ, അതിലാണ് എഴുതി കൊടുക്കുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. രാവിലെ എത്ര മണിക്ക് വന്നു തുടങ്ങും? 7 മണിക്ക് സ്റ്റാർട്ടാവും. അല്ലേ? ഇന്നിപ്പോ നിങ്ങൾ ഇതിന് മുമ്പ് മീഡിയക്കാർ വന്ന് പോയിരുന്നോ? റൂമിയോ? സുഖമായിരിക്കണു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട്? തെരഞ്ഞെടുപ്പൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ നല്ല വിജയപ്രതീക്ഷയിൽ തന്നെയാണ് UDF പോകുന്നത്. 100 സീറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ? മിക്കവാറും അതിനടുത്തൊക്കെ എത്തും എന്നുള്ളത് തന്നെ ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. കാരണം കേവല ഭൂരിപക്ഷത്തെക്കാളും മറികടന്നുകൊണ്ടുള്ള നല്ലൊരു ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഫീൽഡിൽ നിന്നുള്ളൊരു റെസ്പോൺസ്. അതെ, തീർച്ചയായും ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും വോട്ടായി മാറും. അതൊരു ട്രെൻഡായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളൊക്കെ തന്നെ ഒരു ഭരണമാറ്റം വളരെ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ ഉള്ളവർക്കും ആ ഒരു മാറ്റമുണ്ട്. ഈ നിലവിലെ BJP CPM ഡീലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ തങ്ങളും? പ്രതിപക്ഷ നേതാവ് വെറുതെ പറയുന്നതായിരിക്കില്ലല്ലോ. അദ്ദേഹം കാരണം പഠിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിന് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ 100 സീറ്റ് ഇല്ലെങ്കിൽ പോലും ഇപ്പം പറഞ്ഞ പോലെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സർക്കാരിനെ നയിക്കാൻ ഒരാൾ വേണമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയായിട്ട് പല പേരുകൾ ഇപ്പോൾ ഇതിനകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതെ, കെ സുധാകരൻ പറഞ്ഞു രമേശ് ചെന്നിത്തല പ്രാപ്തനാണ് എന്ന് പറഞ്ഞു. അതെ അതെ, ഒരു കൂട്ടായ നേതൃത്വമാണ് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളതും പിന്നെ നമുക്കൊക്കെ ഒരു നല്ലൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പൊക്കെ നിങ്ങൾ മീഡിയക്കാരൊക്കെ പറഞ്ഞില്ലേ കോൺഗ്രസിന് നേതാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ അത് മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടായ നേതൃത്വം, ശക്തമായ കൂട്ടായ നേതൃത്വം അത് അണികളും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. മുന്നണിയും അത് അംഗീകരിക്കുന്നുണ്ട്. നിലവിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെടുമെന്ന മട്ടിൽ ആദ്യഘട്ടത്തിൽ പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പറഞ്ഞു അങ്ങനെയൊന്നും ആവശ്യപ്പെടാനില്ല അല്ലേ? ലീഗ് ഒരിക്കലും അത് ആവശ്യപ്പെട്ടില്ല, ആവശ്യപ്പെടുകയില്ല. മുഖ്യമന്ത്രി സ്ഥാനം അതിൽ പ്രത്യേക പിന്നെ മന്ത്രിസഭയിൽ പ്രത്യേക സ്ഥാനം അങ്ങനെയൊന്നും ലീഗ് ആവശ്യപ്പെടുകയില്ല. മുന്നണി മര്യാദ അനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. പക്ഷേ നോക്കൂ, നമ്മൾ ഇത്രയും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള പാർട്ടി ഇപ്പോൾ മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അത്രയും കൂടുതൽ MLA എത്തിക്കുമ്പോൾ സ്വാഭാവികമായും പ്രധാന വകുപ്പുകളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികളോ ന്യായമായും അവകാശപ്പെടാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം അതല്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും UDFനെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF അധികാരത്തിന് പുറത്താണ്. അപ്പോൾ UDFനെ അധികാരത്തിൽ എത്തിക്കാൻ എന്തെല്ലാമാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അതാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. മറ്റേതൊക്കെ മന്ത്രിസഭയൊക്കെ വന്നതിന് ശേഷമുള്ള ഇലക്ഷന് ശേഷമുള്ള കാര്യമല്ലേ, അത് അപ്പോൾ തീരുമാനിക്കുകയുള്ളൂ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നേരെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചു. വ്യക്തിപരമായ ആരോപണങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ED ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അങ്ങനൊരു അഭിപ്രായം തങ്ങൾക്കുണ്ടോ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വിവരം പറഞ്ഞിട്ടുണ്ടാവും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം വ്യക്തിപരമായിട്ട് ഉന്നയിക്കാൻ അദ്ദേഹം ഇല്ല എന്നാണ് പറഞ്ഞത്. അതെ അത് ലീഗിന് നയം തന്നെ അതാണ്. അങ്ങനെ ഇപ്പോൾ ഒരാളെ വ്യക്തിപരമായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ലീഗിനില്ല. ഓരോന്നിൻ്റെ പിന്നെ വിഷയാസ്പദമായിട്ട് രീതിയിൽ കാര്യങ്ങൾ വരും, അത്രയല്ലേ ഉള്ളൂ. അത്ര കണ്ടാൽ മതി. അത്ര. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷം പറയുന്നത് റോഡുകൾ കണ്ടില്ലേ, നാട് വികസിക്കുന്നത് കണ്ടില്ലേ, വികസനമാണ് അവർ പറയുന്നത്. വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നാണ് ഭരണപക്ഷം പറയുന്നത്. അങ്ങനെയുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ കുറച്ച് മാറിയിട്ടുണ്ട്, ശരിയായിരിക്കാം. അതിപ്പോൾ നാഷണൽ ഹൈവേയുടെ ഭാഗമാണ്. അതിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേട്ടമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. റോഡ് നന്നായപ്പോൾ റോഡ് ഇടിഞ്ഞ് വീഴുന്നുണ്ട്. രണ്ടും കൂട്ടി വായിക്കേണ്ടതാണ്.
പിന്നെ ബാക്കിയുള്ള മേഖലകളിലൊക്കെ വികസനം വളരെ മുരടിച്ചാണ് നിൽക്കുന്നത്. ഒരു മാറ്റം കുറേ കാലമായിട്ട് കേരളത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുഞ്ഞാലുട്ടി സാഹിബ് ഒരു വെടി പൊട്ടിച്ചു. ഇപ്പം നമ്മളത് ഇപ്പൊ പറഞ്ഞത് ഈ മലപ്പുറത്താണ് കുഞ്ഞാലുട്ടി സാഹിബ് തുടങ്ങിയത്. അപ്പോൾ മലപ്പുറത്ത് മത്സരിച്ച് അവസാനിപ്പിക്കുന്നു എന്നൊരു സൂചന നൽകി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന്. അപ്പോൾ എന്നിട്ട് അവസാനം പറഞ്ഞു തങ്ങൾ തീരുമാനിക്കും അത് എന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രവർത്തകർ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പറയരുത് എന്ന് പറഞ്ഞു. അതൊക്കെ പിന്നെ ഓരോ സമയം അനുസരിച്ചല്ലേ അത് അപ്പോൾ തീരുമാനിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി പട്ടിക, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തെങ്കിലും അപാകതകളുള്ളതായിട്ടോ അതല്ലെങ്കിൽ അല്പം വൈകിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി നേരത്തെ വരാമായിരുന്നു എന്ന് മട്ടിൽ കുറച്ച് ജാഗ്രത വേണമായിരുന്നോ കോൺഗ്രസിന്റെ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയ പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്. അവർക്കിപ്പോൾ ഒരു കാര്യവും കേരളത്തിൽ മാത്രം തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാലതാമസം എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പ്രചരണത്തിന് സമയം കുറഞ്ഞത് ഒരു ബുദ്ധിമുട്ടാണോ? അത് രണ്ട് അർത്ഥത്തിലും പറയാം. പ്രചരണത്തിന് സമയം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ചൂടും ബാക്കിയുള്ളവർക്ക് ആകുമ്പോൾ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ്റെ ആ സമയം കഴിഞ്ഞ് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും ഉള്ളത്. പിന്നെ ഇപ്പോൾ നല്ല ചിലവുള്ള സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിലവൊക്കെ വളരെ കുറയും ചെയ്യും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പേഴ്സണലായിട്ടാണ്, പൊളിറ്റിക്സ് വിട്ടു. ഈ ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുമല്ലോ, സങ്കടങ്ങൾ ഇങ്ങനെ പറയും അല്ലേ? അപ്പോൾ എപ്പോഴും അവർ ചിരിച്ചുകൊണ്ടാണല്ലോ അവരെ ആശ്വസിപ്പിച്ച് വിടുക അല്ലേ? ജീവിതത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തെ കേട്ടത് ഏറ്റവും സങ്കടം തോന്നിയ കുഞ്ഞു കാര്യം എന്തെങ്കിലും ഉണ്ടോ? ആൾക്കാർ വന്ന് പലതരം പരാതികൾ പറയില്ലേ, സാമ്പത്തികം മാത്രമല്ലാത്ത കാര്യങ്ങളും പറയില്ലേ? ആളുകളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. സ്വാഭാവികമായിട്ട് ആ ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവരോടൊരു അനുകമ്പ തോന്നുമല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ പക്ഷെ അതിനനുസരിച്ച് നമ്മൾ അവരോട് പ്രതികരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ വളരെ സംതൃപ്തിയോടെ അത് ഉൾക്കൊള്ളും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്നുള്ളത്. നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്ന ആ ഒരു വലിയൊരു ആശ്വാസം, ഒരു സമാശ്വാസം, അത് ഞങ്ങൾക്ക് വലിയ തൃപ്തി വരും. ഞങ്ങളുടെ പരമ്പരാഗതമായി എൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് ഞങ്ങളുടെ എല്ലാവരുടെയും കാലം തൊട്ട് തന്നെയാണ് സ്ഥിതി. വളരെ സംഘർഷം നിറഞ്ഞ മനസ്സോടെയും മൊത്തോടെയൊക്കെ ആയിരിക്കും അവരിവിടെ വരിക. ഇവിടെ നിന്ന് കുറച്ചേരൊക്കെ നിന്നിങ്ങനെ എല്ലാവരും കണ്ടൊക്കെ പരിചയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ സംഘർഷം താനെ ഇല്ലാതാകുന്ന ഒരു സാഹിബിൻ്റെ ഈ വീടിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം? അത് ഈ വാർത്ത വന്നപ്പോഴാണോ മനസ്സിലായത്? മുനീർ സാഹിബുമായിട്ട് നമുക്ക് നേരത്തെ ഉള്ള ബന്ധമുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കുറേയൊക്കെ പ്രയാസമുണ്ട് എന്ന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു എന്നൊക്കെ വന്നപ്പോൾ, ജപ്തിയിലേക്ക് പോകുന്നു എന്നൊക്കെ പെട്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. മറ്റേത് അദ്ദേഹത്തിന് കുറേ കടങ്ങളുണ്ട് എന്ന് പാർട്ടിയുമായിട്ട് അദ്ദേഹം പറയാറുണ്ട്. അതൊക്കെ തന്നെ അപ്പം കഴിയുന്ന രീതിയിൽ സഹായിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ജപ്തി വന്നപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് അത് തീർത്തു കൊടുക്കേണ്ടത് പാർട്ടിയുടെ കടമയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി അപ്പം തന്നെ അത് തീർത്തു കൊടുക്കാൻ നമുക്ക് പറ്റി. ഓക്കെ, അപ്പോൾ ശരി, ഉഷാറായി. എനിക്ക് അറിയാം തിരക്കുണ്ടെന്ന് അറിയാം, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ രാവിലെ കഴിച്ചു, ഇനിയിപ്പം ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സന്തോഷം, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. പക്ഷേ ഞങ്ങൾക്ക് വേഗര കൂടി ഒന്ന് പോകണം. താങ്ക് യു. അപ്പോൾ ഉഷാറാവട്ടെ, ഗംഭീരമാവട്ടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, ചൂടാണ് പുറത്തിറങ്ങുമ്പോഴേ, അതൊരു ഇതുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളുടെ യാത്ര തുടരുകയാണ്. നമ്മൾ പാണക്കാടെത്തി, നമ്മളുടെ തങ്ങളെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ അല്ലാത്ത മനുഷ്യരുമുണ്ട്. അവർക്കൊക്കെ തങ്ങളെ കണ്ടെന്ന് പോകുമ്പോൾ ഒരു ആശ്വാസമുണ്ട് എന്നുള്ളതാണ്. ചിരിയിലെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയും.